കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമസഭ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിയമസഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രില്ലർ ഫിലിം കാണുന്നത് പോലെ, അല്ലെങ്കിൽ വളരെ ഗംഭീരമായി നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സ്പോർട്സ് ഗെയിം കാണുന്ന ഒരു ഫീലാണ് ഇപ്പോൾ നിയമസഭയിൽ. വെള്ളം വിട്ട് രാവിലെ തന്നെ സതീശേട്ടൻ, വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് അങ്ങ് തുടങ്ങും മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ. അത് പറഞ്ഞ് തീരാനിടയില്ല. മന്ത്രിമാരായ പി രാജീവ് ഒരു ഭാഗത്തു നിന്ന് എഴുന്നേൽക്കും. മന്ത്രി പി രാജീവ് വളരെ സമാധാനപരമായി ചിരിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങും. ആ ചിരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഇടത്ത് മന്ത്രി എം പി രാജേഷ് അങ്ങ് എഴുന്നേൽക്കും. എം പി രാജേഷിൻ്റെ വക കണക്കിന് കൊട്ടയിൽ കിട്ടുമ്പോഴായിരിക്കും, എം പി രാജേഷ് ഇരിക്കുമ്പോഴേക്കും മന്ത്രി വി ശിവൻകുട്ടി ഒരറ്റത്തും തുടങ്ങിയിട്ടുണ്ടാവും. വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടി അതിൻ്റെ ഒരു ക്ഷീണം തീരുമ്പോഴേക്കും മന്ത്രി കെ രാജൻ എഴുന്നേൽക്കുന്നു. കെ എൻ ബാലഗോപാൽ തൊട്ട് പിറകെ വരുന്നു. അങ്ങനെ കണക്കിന് വി ഡി സതീശന് കയ്യോടെ കിട്ടുന്ന കാഴ്ചകളാണ് ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭാ സമ്മേളന കാലയളവിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ മോഷണ കേസിൽ ആരാണ് വെട്ടിലാകുന്നത്, ആരാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടിയാണ് നിയമസഭയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാകട്ടെ, നിയമസഭയിൽ നിന്ന് കണക്കിന് കിട്ടി അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായി ഒരു നാരങ്ങ സോഡ കുടിക്കാനുള്ള സമയം പോലും വി ഡി സതീശന് ലഭിച്ചില്ല. അപ്പോഴേക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിച്ചു കീറി ഒട്ടിക്കലായിരുന്നു ഇന്നലെ വി ഡി സതീശന്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് നിയമസഭയിൽ പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന നിലപാട്? ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം വരുന്ന സമയത്ത് എന്താണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് നോക്കാം. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള, നോട്ടീസ് നൽകാനുള്ള സമയം ഇനിയുമുണ്ട്. അത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം വരുമോ, ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. കമലേഷ് തെക്കേക്കാട് തയ്യാറാണ്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം ചേരാൻ കമലേഷ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. നിയമസഭയ്ക്ക് മുൻപിലാണ്, പക്ഷേ കാര്യവട്ടം ഗ്രീൻഫീൽഡിലാണ് നിൽക്കുന്നത് എന്ന തരത്തിലൊക്കെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആണ് നിയമസഭയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ത്രില്ലർ ഗെയിം കാണുന്ന അതേ രീതിയിലായിരുന്നു. പ്രതിരോധ നിരയിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയുണ്ട്, പി രാജീവുണ്ട്, എം പി രാജേഷുണ്ട്, കെ രാജനുണ്ട്, കെ എൻ ബാലഗോപാലുണ്ട്. അങ്ങനെ ഒരു നിര തന്നെ നിൽക്കുന്നു. അവരെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് കയറാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. വി ഡി സതീശൻ സെൽഫ് ഗോൾ അടിച്ച് പിന്നോക്കം വാങ്ങുന്ന രീതിയിൽ സഭയിൽ നിന്ന് വിട്ടിറങ്ങി പോകുന്നു. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. സഭയിൽ നിന്ന് തിരിച്ചടികൾ ഏറ്റുവാങ്ങി പുറത്തേക്കിറങ്ങുന്ന വി ഡി സതീശനെ കാത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളാണ്. അപ്പോൾ ഈ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യാൻ ഇന്ന് പ്രതിപക്ഷം തയ്യാറാകുമോ? എന്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരെ വിമർശനമേറ്റ സ്ഥിതിക്ക് പ്രതിപക്ഷം ഇന്ന് സഭയിലെടുക്കാൻ പോകുന്ന നിലപാട്? മറ്റ് സഭയിലെത്താൻ പോകുന്ന വിഷയങ്ങൾ, അന്തിമ ഉപധനാഭ്യർത്ഥന ചർച്ചകളൊക്കെ ഇന്ന് നടക്കാനിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചട്ടം 300 പ്രകാരമുള്ള പ്രത്യേക പ്രസ്താവനയുമുണ്ട്. അപ്പോൾ സഭയിലേക്ക് കടന്നാൽ വിനിഷ, പ്രധാനമായും ഇന്ന് സഭാ നടപടികൾ എന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 23-നാണ് സഭ ചേരുന്നത്. ഒരു ഇടവേളയാണ് അതിനിടയിൽ സഭയിൽ ഉണ്ടാവുക. ഏതായാലും സഭയിലെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുയർത്തുന്ന നിലയിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഭയ്ക്കകത്ത് ഒരു പ്രകടനം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. സമാനമായ നിലയിൽ ആ പ്രതിഷേധം തന്നെ തുടരാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അത് ചർച്ച ആവശ്യമില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. തുടർന്നും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. സ്വാഭാവികമായും അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സഭ ആരംഭിക്കുമ്പോൾ തന്നെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് അവരുടെ പ്രതിഷേധം ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സഭയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട അന്തിമ ഉപധനാഭ്യർത്ഥന ബില്ലുകൾ, അത് സംബന്ധിച്ച് ഇന്ന് ചർച്ചയ്ക്ക് കാര്യങ്ങൾ വരികയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, അതിൻ്റെ അനുബന്ധ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധ ക്ഷണിക്കലായി ഇന്ന് സഭയിൽ ഉയർന്നു വരും. അതുപോലെ തന്നെ ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം, അത് ചട്ടം 300 പ്രകാരം ഒരു പ്രസ്താവന ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗമായി ഇന്ന് സഭയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ
ഇത്രയുമാണ് പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ന് സഭയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. പക്ഷേ അതേസമയം ഇക്കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസം നേരത്തെ വിനുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടി പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലേക്കുള്ള ഒരു പ്രസ്താവനകളും അതുപോലെ തന്നെ സംശയം ജനിപ്പിക്കുന്ന അന്വേഷണ സംഘത്തെ ആകെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന നിലയിലേക്കുള്ള ഇടപെടലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച് പോലുമല്ല, അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ചോ മറ്റേതെങ്കിലും ഡിവിഷൻ ബെഞ്ചോ അല്ല, ഒരു സിംഗിൾ ബെഞ്ച് ഇതിനകത്തൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ, ചില പരാമർശങ്ങൾ, അതായത് വാദം പുരോഗമിക്കുന്നതിനിടെ ജഡ്ജിമാർ നടത്തുന്ന ചില പരാമർശങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഈ കേസിനെ ആകെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നത് ഉൾപ്പെടെയുള്ള ഒരു നരേഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് തന്നെ അക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു വിധി പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇന്നലെ ദേവസ്വം ബെഞ്ച് തന്നെ, അതായത് ഈ കേസുകളെല്ലാം പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് തന്നെ അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട, വളരെ പൂർണ്ണ സംതൃപ്തിയുണ്ട് അന്വേഷണത്തിൽ എന്ന കാര്യം വ്യക്തമാക്കുന്നത്. അതിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. ആ നിലയിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം കൂടി ഇന്നലെ പുറത്തു വന്നതോടുകൂടി ഇനി എന്ത് ചെയ്യണം എന്ന ആശങ്കയും അങ്കലാപ്പും തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ളത്. സ്വാഭാവികമായും ഇന്ന് സഭയിൽ ഏത് നിലയിലുള്ളൊരു നിലപാട് പ്രതിപക്ഷം എടുക്കും എന്നത് തന്നെയാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോയ ഘട്ടത്തിലുൾപ്പെടെ സാധാരണ ഈ നിയമസഭയുടെ ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ നിലയിൽ പ്രതിപക്ഷത്തിനാണ് ഒരു മേൽക്കൈ ഉണ്ടാവുക. അതായത് പലതരത്തിലുള്ള വിഷയങ്ങളിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് നിയമസഭ എന്ന് പറയുന്നത്. വലിയ നിലയിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഇടമാണ്. സ്വാഭാവികമായും നിരായുധരായി ഭരണപക്ഷം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ നമ്മൾ നിയമസഭയിൽ കാണാറുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കേസുകളും മറ്റു കാര്യങ്ങളുമെല്ലാം ഭരണപക്ഷത്തിനെതിരെ നേരത്തെ മുൻ സർക്കാരുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ ഉയർന്നു വരികയും വലിയ നിലയിൽ പ്രതിപക്ഷത്തിന് സ്കോർ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ഇടമായി നിയമസഭ മാറാറുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ വലിയ നിലയിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ പോലും അത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി വരുന്ന ഒരു സാഹചര്യമാണ് സഭയിൽ കാണാൻ കഴിയുന്നത്. ഭരണപക്ഷം സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വലിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും അതിലെല്ലാം തിരിച്ചടിയേറ്റ് പുറത്തേക്ക് വരുന്ന നിലയിലേക്ക് പ്രതിപക്ഷത്തിന് മാറേണ്ടി വരുന്നു എന്ന ഒരു ദൗർഭാഗ്യകരമായ കാഴ്ചയും ഈ സഭയിൽ നമുക്ക് കാണാനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ താൽക്കാലികമായ ഒരു ഇടവേള നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ്. ഇന്ന് സഭ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് 23-ാം തീയതിയാണ് സഭ വീണ്ടും പുനരാരംഭിക്കുക. വിനുഷ.